ഇന്നത്തെ ഇതൊരു കുഞ്ഞു ബാംഗ്ലൂർ വ്ലോഗ്. എൻ്റെ മോള് കാണാൻ പോയതാ. ഈ ഇരിക്കുന്ന പൂച്ച സാറിൻ്റെ പേരാണ് ചീട്ടു. അവൾ റോഡ് സൈഡിൽ നിന്നൊരു കുഞ്ഞു പൂച്ചയായിരുന്നപ്പോൾ എടുത്തു വളർത്തിയതാ. ആ ചിരി നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ. ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള ഒരു കപ്പലിൻ്റെയൊക്കെ വിൽക്കുന്ന ഒരു അമ്മൂമ്മയാണ്. ഭയങ്കര ക്യൂട്ടാട്ടോ കാണാൻ. കാലിൽ നല്ല ഭംഗിയുള്ള കൊലുസൊക്കെ ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ക്ലൈമറ്റ് നല്ലതായിരുന്നുകൊണ്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. അതിനെക്കാട്ടിയൊക്കെ അപ്പുറം മോളുടെ കൂടെ കുറേ സ്പെഷ്യൽ ടൈം സ്പെൻഡ് ചെയ്തു. അവളുടെ പൂച്ചക്കുട്ടനാണെങ്കിൽ ഒട്ടും അടുക്കുന്നില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോളിവുഡിലേക്ക് പോയി. അതൊരു എൻ്റർടൈൻമെൻറ്റ് പാർക്കാണ്. മോന് ദുബായിൽ ഇപ്പോൾ വെക്കേഷനാണ്. അവൻ്റെ സ്കൂൾ ഓഗസ്റ്റ് എൻഡിൽ ഇവിടെ സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജോളിവുഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി പോയി. അവിടെ കയറുമ്പോൾ തന്നെ മൊത്തത്തിൽ വേറൊരു വൈബാണ് കേട്ടോ. ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു, കാരണം നാട്ടിലെ സ്കൂളിലൊക്കെ ഉള്ള സമയമല്ലേ, അതുകൊണ്ട് ഒത്തിരി തിരക്കില്ലായിരുന്നു. കയറിയപ്പോൾ നല്ലൊരു ക്യൂട്ടൊരു ഡോഗ് മമ്മിയും അതിൻ്റെ ക്യൂട്ട് ഗുണ്ടു മക്കളും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതിനെ ഓടിച്ചിട്ട് പിടിച്ച് പാല് കുടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കൂടുതലും വെറും കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഗെയിംസാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കളിച്ചത് താണ്ട് ഈ പിക്ചറിൽ കാണുന്ന കുട്ടിയാണ്. ആരോയും അതുപോലെ ഗൺ ഷൂട്ടിങ്ങും കുറേ ഫൺ ഗെയിംസും ഒക്കെ ഉണ്ട്. അതുപോലെ വാട്ടർ ഗെയിംസ് ഉണ്ടായിരുന്നു. കുറേ നമുക്ക് പിക്ചേഴ്സൊക്കെ എടുക്കാം. മൊത്തത്തിലൊരു ഒരു പ്ലേസാണ്. ഇതൊരു 5D ഷോ ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറുമ്പോൾ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുവിധ അഡ്വഞ്ചർ പാർക്സിലൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ, കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന പോലെയും മുകളിലും താഴെയും ഹൈറ്റിനൊക്കെ പേടിയുള്ളവർക്കൊക്കെ ശരിക്കും നമുക്കതിൽ റിയലായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. വെള്ളമൊക്കെ മുഖത്തേക്ക് സ്പ്ലാഷ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ അവസ്ഥയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഡൈനോസർ പാർക്കുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അതാണ്. അത് ഇതുപോലത്തെ ഒരു ചെറിയ ട്രെയിനിൽ കുറച്ച് ദൂരം നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പല രീതിയിലുള്ള പണ്ടത്തെ ഡൈനോസേഴ്സിനെ അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിൽക്കുന്ന പോലെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ ഡൈനോസറിനെ പോലെ തന്നെ ഉണ്ടായിരുന്നല്ലേ. അങ്ങോട്ട് ഡേഞ്ചറാണ്, ഇങ്ങോട്ട് വരെ. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ജുറാസിക് പാർക്ക് മൂവിയില്ലേ, അതിലേക്ക് കുറേ സീൻസൊക്കെ അവർ അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ പുറകിൽ ഒരെണ്ണം നിൽപ്പുണ്ട് കണ്ടോ. നോക്കിയേ, ഇതങ്ങനെ അനങ്ങൊന്നുണ്ടായില്ല. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ കണ്ടോ, ഓരോ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് ബ്രേക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്ന പോലെ ഒരു ഡൈനോസർ നിൽക്കുന്ന കണ്ടോ. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വെളിയിൽ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലൊരു ഡൈനോസർ മ്യൂസിയം ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ഡൈനോസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്തിനെ പറ്റിയൊക്കെ കുറേ പിക്ചേഴ്സും കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മ്യൂസിയം പോലെ കുറേ പിക്ചേഴ്സും ഓരോ ടൈപ്പ് ഡൈനോസറിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ ഭിത്തിയിൽ പെയിൻറ്റിങ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡൈനോസറിൻ്റെ വലിയൊരു സ്കെൽറ്റൻ്റെ മോഡൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു കുഞ്ഞി ബേബി ഡൈനോസർ ഒരു എഗ്ഗിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഹാച്ച് ഔട്ട് ആവുന്ന പോലെ ഒരു ക്യൂട്ട് മോഡൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമാട്ടോ കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലുള്ള കുറച്ച് അഡ്വഞ്ചർ ഗെയിംസ് അതിലൊക്കെ പിള്ളേർ ഓടി നടന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇത്രയും പൊക്കത്തിലൊക്കെ കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. ഭയങ്കര ധൈര്യമാണ് എനിക്ക്. അത് കഴിഞ്ഞ് വാട്ടർ ഗെയിംസിൻ്റെ ഏരിയ ആയിരുന്നു. നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ളതിൻ്റെ അത്രയും ഓപ്ഷൻസ് ഒന്നും അവിടെ പിള്ളേർക്ക് കളിക്കാനൊന്നും ഇല്ല കേട്ടോ. വണ്ടർല ആണോ ജോളിവുഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് വണ്ടർല തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ശരിക്കും ടയേർഡായി ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ മനസ്സിലാകെയുള്ള വിഷമം മോളെ വിട്ടിട്ട് വരുമ്പോഴായിരുന്നു. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവൾ പഴയ ആ ഒരു കുഞ്ഞു ആവ തന്നെയാണ്. അപ്പോൾ അവളെ കാണാൻ വേണ്ടി ഉടനെ ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. ലൈഫിലെ കുറച്ച് കുഞ്ഞ് ഹാപ്പി മൊമെൻറ്റ്സ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.